ഇന്ന് റമലാൻ സീരീസ് ഡേ 23. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ടൗണിലേക്ക് ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണ്. അപ്പൊ നിങ്ങളും കൂടെ ഒപ്പം കൂടിക്കോളൂ. അപ്പൊ ഞങ്ങൾ നാലാളെയും പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ തറവാട്ടത്തോല് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അപ്പൊ അവരുടെ കൂടെ പോവാണ്. എപ്പോഴും പുതിയ പുതിയ മോഡലും അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സും ഇടാനും അത് എടുക്കാനും പോകാനുള്ള ഭയങ്കര കൊതിച്ചിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോവാണെങ്കിലും ഞാനും കൂടെ കൂടാറുണ്ട് കേട്ടോ. അതായത് അവർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിൽ ബിരുദം നേടിയ ആളാണ് ഞാനെന്ന്. അങ്ങനെ ഒന്നല്ല കേട്ടോ. എന്റേതായിട്ടുള്ള ചെറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നുള്ളൂ. ഇവർക്കാണെങ്കിൽ ഡ്രസ്സ് എടുക്കുമ്പോൾ റാഹത്താകണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ വേണം അല്ലെങ്കിൽ എൻ്റെ നാത്തും വേണം. ഞങ്ങൾ രണ്ടാളും ഒരേ മൈൻഡുള്ള ആളാകൊണ്ട് വലിയ കുഴപ്പം. അതായത് നമ്മൾ എന്തിനും ചാടിക്കയറി അഭിപ്രായം പറയും. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ നേരെ വസന്തത്തിലോട്ടാണ് പോയത്. അവിടെയാണെങ്കിൽ ക്യൂ ആയിരുന്നു കേട്ടോ ട്രയൽ റൂമിന്. സംഭവം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അടിപൊളി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നീനുവിനാണ് അവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നീനുവിനടുത്ത് കുറച്ച് നേരം നമ്മളവിടെ റെസ്റ്റ് ചെയ്യാനിരുന്നു കേട്ടോ. പിന്നെ അവർ ബാക്കി കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നോക്കുക. പിന്നെ മിറർ കണ്ടാൽ എവിടെ നിന്നാണെങ്കിലും ഒഴിഞ്ഞു മാറി വരുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലേ. അതുകൊണ്ട് വലിയ കുഴപ്പം. അപ്പൊ നമ്മൾ ഉമ്മാക്ക് പർദ്ദയും സംഭവങ്ങളൊക്കെ ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടുന്ന് പർദ്ദയും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കടയാണുള്ളത്. അപ്പൊ നമുക്ക് പർദ്ദ എടുക്കാൻ പർദ്ദന്റേതായിട്ടുള്ള ഒരു കടയിൽ പോകാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ പോയി. ഇവിടെയാണെങ്കിൽ അടിപൊളി നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള ഒരു സംഭവമാണല്ലോ ഫസ്മിന അങ്ങനെ എന്തോ പേരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഷാളും അതുപോലെ തന്നെ അതിന്റേതായിട്ടുള്ള ഒരു പർദ്ദയാണ്. ആരോ ഓർഡർ ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചതാണ് ഈ ഒരു സംഭവം. പക്ഷേ റേറ്റ് കേട്ടാൽ നമ്മൾ നെട്ടും 6000 സംതിങ് ഒക്കെയാണ് വരുന്നത്. അങ്ങനെ അവിടുന്ന് പർദ്ദയൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് ഉല്ലാസിലോട്ടാണ്. അപ്പൊ ഇവിടുന്ന് നമ്മൾ എടുക്കുന്നത് നമുക്കിടാനുള്ള സംഭവമല്ല. കുറച്ച് ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള കുറച്ച് ഷർട്ടും അതുപോലെ തന്നെ അതുക്കുള്ള തുണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടുന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ മാക്സിലോട്ടാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് കയറിയ നീനുവിന് ഡ്രസ്സ് എടുത്ത കടയിൽ നിന്ന് അവർക്ക് ഒരു ഷൂ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ ഷൂ ആണ് കേട്ടോ എടുക്കുന്നത്. അവിടുന്ന് ഷൂ എടുത്തു. അപ്പൊ ഇവിടുന്ന് ബൂട്ട്സ് ആക്കാന്ന് വിചാരിച്ചു. കാരണം ഈ ഒരു ബൂട്ട്സിന്റെ ഡ്രസ്സാണ് അവൾക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പെരുന്നാളിന്റെ വീഡിയോസിൽ കാണിക്കുന്നതാണ്. ഇത് കൂടാതെ ഒന്നും കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 3 ചെരുപ്പ് നീനു അടിച്ചു മാറ്റിയിട്ടുണ്ട്. എവിടെ പോയി കഴിഞ്ഞാലും ഈ ചെറിയ പെൺകുട്ടികളുടെ ഡ്രസ്സോ അതുപോലെ തന്നെ ഷൂ ഉണ്ടെങ്കിൽ എന്റെ കണ്ണ് പിന്നെ ഫുൾ അതിലോട്ടാണ് കേട്ടോ പോകുക. ഞാൻ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടികളെ കുഞ്ഞു ഷൂസ് ഒക്കെ. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ ക്ലാസ്മേറ്റിലോട്ടാണ് പോയത്. അവിടുന്ന് ദാനസ്താത്താക്ക് ചുരിദാറൊക്കെ എടുത്ത് അവിടുന്ന് നമ്മൾ പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ വന്നത്. നോമ്പ് തുറക്കുള്ള റെസ്റ്റോറന്റുകളും ഹോട്ടലുകളൊക്കെ നമ്മൾ ഫുള്ളാണ്. ബുക്കിങ്ങിനായി നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട് വന്ന് ഇവിടുന്നാണ് നോമ്പ് തുറന്നത്. നോമ്പ് തുറന്റെ ക്ഷീണം മാറ്റാൻ ഇതാ അവർ രണ്ടുപേരും ഇവിടെ ലേസ് ഒക്കെ തന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നീനൂസ്. അപ്പോഴേക്ക് ഇതാ ആരതോ വക കുറച്ച് പായസം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പൊ ഇത്രയൊക്കെ ആയില്ല. ഇനിയിപ്പോൾ അതും കൂടെ കുടിക്കാന്ന് വിചാരിച്ചു. റെസ്റ്റോറന്റുകളൊക്കെ ഫുൾ ആയ സ്ഥിതിക്ക് നമ്മൾ മന്തി ഇങ്ങോട്ട് പാർസലാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കുറച്ച് കഴിച്ചു. പിന്നെ അതാ അവർ രാത്രിയായപ്പോൾ അവർ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വലിയൊക്കെ കടയിൽ പോയി. മറ്റവരൊക്കെ തറവാട്ടിലോട്ട് പോയി. അവരുടെ കൂടെ സച്ചും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാനും ഫാദിക്കുട്ടി ഒറ്റക്കാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്നിട്ട് മന്തി കഴിക്കാണ്. കൂടെ പത്തിരി മുട്ടക്കറി നൂൽപുട്ടും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ഡേ 23 ഫാമിലി ഷോപ്പിങ്ങും മന്തിയും കൊണ്ട് സൂപ്പർ ആയിട്ടോ. അപ്പൊ നാളെ റംലാൻ സീരീസ് ഡേ 24 കാണാം.